Hello guys, welcome back to another video. കുറേ ദിവസമായി guys ഞാൻ ഇതേപോലത്തെ ഒരു PC build വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ. അപ്പം നിങ്ങൾ പലരും വന്നിട്ട് എല്ലാ വീഡിയോയുടെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് PC build വീഡിയോ ഇനിയും വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയൊരു ബിൽഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡ് ഇന്ന് ചെയ്യുന്നത് പ്യുവർലി ഗെയിമിംഗ് ഓറിയന്റഡ് ആണ്. അതൊരു ഹയർ എൻഡ് ബിൽഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അറൗണ്ട് ഒരു 2.2 lakh 2.5 lakh ഓളം വില വരുന്നുണ്ട് ഇതിന്റെ ആക്സസറീസും കീബോർഡും മൗസും മോണിറ്ററും എല്ലാം കൂടെ. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിൽഡ് ആണെങ്കിൽ പോലും ഇതിൽ നിങ്ങൾക്കൊരു 4 to 5 ഇയേഴ്സോളം സേഫ് ആണ്. അപ്പോൾ സ്പെക്ക് എന്താണ്, ഡീറ്റെയിൽഡ് ബിൽഡിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആൻഡ് യു വാച്ചിങ് geekboz TV. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PC ബിൽഡിന് റൈസൻ ബേസ്ഡ് ആയിരുന്നില്ല എടുക്കുന്നത്. ഇതിലിപ്പോൾ എടുത്തിരിക്കുന്നത് ഇന്റലിൻ്റെ കോർ i7 13700K. ഇതൊരു ഓവർക്ലോക്ക് ചെയ്യാനുള്ള ഒരു PC ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ പ്രിഫറൻസ് ആയിരുന്നു 13700K എന്നുള്ളത്. 13700K എന്ന് പറയുന്നത് ഇപ്പോൾ റേറ്റ് അല്പം കൂടിയാണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കൊരു മാർക്കറ്റ് റേറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സും ഇതുപോലെ റേറ്റ്സുകൾ നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും റേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീക്ക് ബോസിൻ്റെ ഫ്രണ്ട് ലൈൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ കോൾ ചെയ്തോ വേണമെങ്കിൽ ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും അവൈലബിലിറ്റി ഒക്കെ എടുക്കാവുന്നതാണ്. ഗൈസ്, അടുത്തതായിട്ട് മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ ആദ്യം അസൂസ് ആയിരുന്നു എടുത്തിരുന്നത്. പിന്നീട് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് MSIയുടെ Z790 ടൊമഹോക്ക് വൈഫൈ ആണ് എടുത്തിരിക്കുന്നത്. വൈഫൈ ബ്ലൂടൂത്തും വരുന്നുണ്ട്. വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ് Z790. അതും DDR5 ടെക്നോളജിയാണ് ഇതിൽ വരുന്നത്. DDR4 ഉണ്ട്, DDR5 ഉണ്ട്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് DDR5 ആണ്. ടൈപ്പ് സി ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടമാനമുള്ള എല്ലാ ഫീച്ചേഴ്സും, അതായത് ഒരു ഗെയിമറിന് സ്ട്രീമറിനൊക്കെ വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മദർ ബോർഡിൻ്റെ കൂടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത് ഈ ഒരു ബോർഡിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഗൈസ്, റാം ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 32 GB കിറ്റ് ആണ്. അതായത് 16x2 ഒരു മോഡ്യൂളാണ്. T-Force Delta എന്ന് പറയുന്ന മോഡലാണ്. 6000 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി സ്പീഡ്. അറൗണ്ട് ഒരു 10,000 to 12,000 റുപ്പീസോളം വില വരുന്നുണ്ട് ഈ ഒരു റാമിൻ്റെ റേറ്റ്. 32 GB കപ്പിളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറഞ്ഞ ഫ്രീക്വൻസി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ കസ്റ്റമർ പ്രിഫറൻസ് 6000 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് 6000 MHz. ഗൈസ്, അടുത്തതായിട്ട് സ്റ്റോറേജിൽ മെയിൻലി നിങ്ങൾക്കെല്ലാം നമ്മുടെ സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാൻ പറ്റുമായിരിക്കും. സ്റ്റോറേജിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് അധികം നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. SSD ആണ് ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും 1 TB S70 ബ്ലേഡ്, XPG ബ്രാൻഡിൻ്റെ S70 ബ്ലേഡ് ആണ് എടുത്തിരിക്കുന്നത്. അറൗണ്ട് 7400 RPM മെഗാഹെർട്സ് ഇതിലെ റീഡ് റൈറ്റ് സ്പീഡ്. RPM എന്ന് പറയാൻ പറ്റില്ല. RPM എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ റീഡ് പെർ സെക്കൻഡ് സ്പീഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 7400 എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് പോലെയും WD ഒക്കെ കാര്യം കമ്പാരിറ്റീവ്ലി റേറ്റും കുറവാണ്. സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സിമിലർ സ്പീഡ് പെർഫോമൻസ് ഈ ഒരു SSDക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഞാൻ മോസ്റ്റ് റെക്കമെൻഡഡ് സ്റ്റോറേജ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു മോഡലാണ് XPGയുടെ S70 ബ്ലേഡ്. ഗൈസ്, അടുത്തത് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സൊഡാഗിൻ്റെ RTX 4070 കാർഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ കാർഡ്സ് യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഇവിടെ സൊഡാഗ് എടുത്തത് കസ്റ്റമർ പ്രിഫറൻസ് ആണ്. ബേസിക്കലി ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഫ്യൂച്ചറിൽ കസ്റ്റം ലൂപ്പ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റം ബ്ലോക്ക് ചെയ്ത് നമ്മൾ ഡെഫിനറ്റ്ലി മാറ്റും. അതുകൊണ്ട് തന്നെ ഈ 2 ഫാനുള്ള ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡിൽ ഓക്കെ അത് ചെറിയൊരു കാർഡല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ വയ്ക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ഇതൊരു കസ്റ്റമർ പ്രിഫറൻസ് ബിൽഡാണ്. അതുകൊണ്ട് തന്നെ 4070 ഡുവൽ ഫാനാണ് നമ്മളിതിൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു 13700K കൂൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡീപ് കൂളിൻ്റെ LS720 എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പ്രീമിയം സെഗ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻ ബിറ്റ്വീൻ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കൂളറാണ്. പക്ഷേ നിങ്ങൾക്ക് വേറൊരു കൂളർ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. നോക്കിയയുടെ NH-D15 ക്രോമാക്സ് ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കൂളർ. ഈ ഒരു കൂളറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ സൈസ് കണ്ടോ. സത്യം പറഞ്ഞാൽ ഒരു ലിക്വിഡ് കൂളറിൻ്റെ ഏകദേശം ബോക്സിൻ്റെ സൈസ് ഉണ്ട് ഈ ഒരു കൂളറിന്. ഒരു കസ്റ്റം മോഡിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ കൂളറാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇതിനെ വെല്ലാൻ വേറൊരു കൂളർ നമ്മുടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നോക്കിയയുടെ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഫുൾ പ്യൂർലി ബ്ലാക്ക് ആണ്. ഈ RGB ലുക്ക് കസ്റ്റമൈസേഷൻ ആ ലുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു കാറിൻ്റെയൊക്കെ ബോണറ്റൊക്കെ തുറക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ആ ഒരു ബീഫി എഞ്ചിൻ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂളർ റെക്കമെൻഡേബിൾ ആണ്. റേറ്റ് നിയർലി ഒരു ലിക്വിഡ് കൂളർ ഓപ്റ്റ് ചെയ്യുന്ന അതേ റേറ്റ് 360യുടെയൊക്കെ ഏകദേശം റേറ്റ് ഈ ഒരു എയർ കൂളറിന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ ഒരു എന്താ പറയുക ഒരു കീ ഫാക്ടർ.
ഗൈസ് അടുത്തത് ഇത്രയും വലിയൊരു പി സി പവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡീപ് കൂളിൻ്റെ തന്നെ DQ850 ഗോൾഡ് സർട്ടിഫൈഡ് PSU ആണ്. ഫുള്ളി മോഡുലർ ആയിട്ടുള്ള PSU ആണ്. ഇതിൽ കൂടുതൽ ഓവർ എക്സാജറേറ്റ് ചെയ്ത് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ഡീപ് കൂളിൻ്റെ ഈ ഒരു DQ സീരീസ് ആയിട്ടുള്ള PSU സെഗ്മെന്റ്സ്. ഗൈസ് അടുത്തത് നമ്മുടെ ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സൈഡിൽ കാണാം. ലിയാൻ ലീയുടെ ഡൈനാമിക് O11 എന്ന് പറയുന്ന മോഡലാണ്. ബ്ലാക്ക് എഡിഷൻ ആണ്. അതിൽ ചെറിയൊരു കുഞ്ഞ് സ്റ്റിക്കർ വർക്ക് നമ്മൾ ആൾസൈഡ് സ്റ്റിക്കറിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പവർ ചെയ്തിരിക്കാനായിട്ട് നമ്മൾ 9 ഫാൻസ് ആണ്, അതായത് റേഡിയേറ്റർ ലിക്വിഡ് കൂളറിൻ്റെ കൂടെ കൂട്ടിയിട്ട് 9 ഫാൻസ് ആണ് ഈ ഒരു ബിൽഡിൽ വന്നിരിക്കുന്നത്. അതിൽ 3 എണ്ണം നമ്മൾ റേഡിയേറ്ററിൻ്റെ കൂടെ വരുന്നുണ്ട്. അതായത് ലിക്വിഡ് കൂളർ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അല്ലാതെ 3 ഫാൻസ് വെച്ചിട്ട് കിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ 6 ഫാൻസ് ആണ് ഇൻ ടോട്ടൽ. അത് ആൾസൈഡ് W12 വാരിയർ എന്ന് പറയുന്ന മോഡലാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഏറ്റവും ടോപ്പും ലെഫ്റ്റ് സൈഡുമായിട്ട് നമ്മൾ പവർ ചെയ്തിരിക്കുന്നത്. അടിയിലാണ് നമ്മൾ ഡീപ് കൂളിൻ്റെ സ്റ്റോക്ക് ഫാൻസ് വെച്ചിരിക്കുന്നത്. ഗൈസ് അടുത്ത കസ്റ്റം ആയിട്ട് ഒരു ലുക്കിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി ഇതൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല. എന്നിരുന്നാലും ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നൊരു മോഡലാണ് ലിയാൻ ലീയുടെ സ്ട്രിമർ പ്ലസ് കേബിള്. അത് നിങ്ങൾക്ക് ARGB ലുക്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുറച്ച് കസ്റ്റമൈസേഷൻസ് ഒക്കെ വെക്കാം. അത് വേണമെന്നുള്ളവർക്ക് പ്രിഫർ ചെയ്യാം, വേണ്ടാത്തവർക്ക് ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഗൈസ് ഈ ഒരു ബിൽഡിൽ ഞാൻ ആൾറെഡി ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു 84,000 അടുപ്പിച്ച് ഇതിൽ നമ്മൾ ഗെയിമിങ്ങിൻ്റെ പെരിഫറൽസിൽ ഈ ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ഗിയറാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ റൈസറിൻ്റെ ബ്ലാക്ക് ഷാർക്ക് V2 എന്ന് പറയുന്ന 2023 വയർലെസ് എഡിഷൻ ആണ്. അറൗണ്ട് ഒരു 18,000-19,000 രൂപയോളം മാർക്കറ്റിൽ വാല്യൂ വരുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബിൽഡാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി റൈസർ ഓറിയൻറ്റഡ് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടാണ് പുള്ളി ഈ ഒരു ബിൽഡ് പ്രിഫർ ചെയ്യുന്നത്. ഗൈസ് അടുത്തത് മൗസ് ആണ്. റൈസറിന്റെ ബെസലിസ്റ്റ് V3 Pro വയർലെസ് മൗസ് ആണ്, വിത്ത് ഡോക്ക് ആണ് കേട്ടോ. അതാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന മൗസ്. അതും അഗെയിൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മൗസാണ്. ഞാൻ ഈ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ വീഡിയോ കാണുന്ന സാധാരണക്കാരും ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലല്ല. ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്ന കോമ്പണൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഗൈസ് അടുത്തത് കീബോർഡാണ്. റൈസറിന്റെ ഹൺസ്മാൻ അനലോഗ് എഡിഷൻ കീബോർഡാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഹൺസ്മാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു 60% കീബോർഡ്സ് വരുന്നുണ്ട് അതിൽ, അല്ല ഫുൾ സൈസും വരുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള റൈസറിലെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ കീബോർഡാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മോണിറ്ററായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട്. LGയുടെ GN800 എന്ന് പറയുന്ന 2K ഡിസ്പ്ലേ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോണിറ്ററിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു LGയുടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് മോണിറ്ററിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതിയാവും. അപ്പോൾ ഈ ഒരു ബിൽഡ് അറൗണ്ട് ഒരു 2,50,000 റേഞ്ചിന് അടുപ്പിച്ച് കോമ്പണൻസും അക്സസറീസും എല്ലാം കൂടെ ആ ഒരു ഏകദേശം 2,50,000 to 2,70,000 അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണുവാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ദാവി സൈനിങ് ഓഫ്.